പ്രിയ സുഹൃത്തുക്കളെ, ഈനോക്ക് തൻ്റെ വിവാഹത്തിന് മുമ്പ് കണ്ട പ്രവചനങ്ങൾ അടങ്ങിയ 2 ദർശനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ 1-ാം പുസ്തകത്തിലെ ഡ്രീം വിഷൻസിലുള്ളത്. അതിൻ്റെ 1-ാം ഭാഗത്തിൽ അന്ത്യകാലത്ത് എങ്ങനെയാണ് ആകാശവും ഭൂമിയും നശിക്കുവാൻ പോകുന്നത് എന്നതും 2-ാം ഭാഗം മുതൽ ആദാമിൻ്റെ സന്തത പരമ്പരയുടെ ദൈവക്രമത്തിൽ നിന്നുമുള്ള വ്യതിചലനം, ഈനോക്കിന് ശേഷം 3-ാം തലമുറയിലെ നോഹയുടെ കാലം, അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ്, മോശയിലൂടെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള അവരുടെ യാത്രയുടെ ആരംഭം, ഇവ നാം കഴിഞ്ഞ 6 വീഡിയോകളിൽ കൂടി കണ്ടുവല്ലോ. അധ്യായം 89, 24, 27 വരെയുള്ള ഇതിലെ വാക്യങ്ങൾ ഹിബ്രു ജനതയുടെ വിടുതലിനെ കുറിച്ചുള്ളതാണ്. ഇതിനായി ജലാശയം വിഭജിക്കപ്പെടുന്നു, ആടുകൾ സംരക്ഷിക്കപ്പെടുന്നു, ചെന്നായ്ക്കൾ നശിപ്പിക്കപ്പെടുന്നു. ആ ദൈവജനത്തിന്റെ യാത്രയുടെ തുടർച്ച ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. 89:24. ആ ജലാശയം 2ആയി പിരിഞ്ഞത് ആടുകളുടെ മുന്നിൽ ഇരുവശത്തുമായും അവരെ നയിച്ചിരുന്ന നാഥൻ ചെന്നായ്ക്കൾക്കും അവർക്കും ഇടയിലുമായി നിന്നു. 25. ആ ചെന്നായ്ക്കൾ ആടുകളെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അതായത് ആ ആടുകൾ ആ വെള്ളത്തിൻ്റെ മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. എങ്കിലും ആടുകളെ പിന്തുടർന്ന ചെന്നായ്ക്കൾ അവയുടെ പിന്നാലെ ആ വെള്ളത്തിലേക്ക് ഓടിയിറങ്ങി. 26. എന്നാൽ ആടുകളുടെ നാഥനെ കണ്ട ചെന്നായ്ക്കൾ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുവാൻ തുനിഞ്ഞെങ്കിലും ആ ജലാശയം വീണ്ടും പെട്ടെന്ന് അതിൻ്റെ സ്വാഭാവിക രൂപം പ്രാപിച്ചത് ഒന്നിച്ചൊഴുകി വെള്ളത്തിൻ്റെ നിരപ്പ് ആ ചെന്നായ്ക്കളെ മുഴുവൻ മൂടുന്നത് വരെ ഉയർന്നു. 27. ആ ആടുകളെ പിന്തുടർന്ന എല്ലാ ചെന്നായ്ക്കളും അതിൽ മുങ്ങി മരിച്ച് നശിക്കുന്നത് ഞാൻ കണ്ടു. ആനിമൽ അപ്പോക്കലിപ്സ് വിഭാഗത്തിൽപ്പെടുന്ന ഈ സ്വപ്ന ദർശനങ്ങൾ പ്രതീകാത്മകമായി മൃഗങ്ങളിലൂടെയാണ് പറയുന്നത്. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലെ ഹിബ്രു ജനതയുടെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഈനോ കണ്ടതിൽ പറയുന്ന ഈ ചെന്നായ്ക്കൾ ഫറവോയും ഫറവോയുടെ സൈന്യവുമാണ്. ആടുകൾ ഹിബ്രു ജനതയും അവരെ നയിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത ആട് മോശയുമാണ്. ഇതിലെ 28 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ലോർഡിന്റെ അവരുടെ മേലുള്ള കരുതലിനെ കാണാം. മരുഭൂമിയിൽ ലോർഡ് അവർക്ക് വെള്ളവും പുല്ലും നൽകുന്നു, ഒരാട് അവരെ നയിക്കുന്നു. 89:28. എന്നാൽ ആടുകൾ ആ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വെള്ളമോ പുല്ലോ ഇല്ലാത്ത ഒരു മരുഭൂമിയിലേക്ക് അവർ പോയി. അവരുടെ കണ്ണുകൾ തുറന്നവർ കാണുവാൻ തുടങ്ങി. ആടുകളുടെ നാഥൻ അവയെ മേയിക്കുന്നതും അവയ്ക്ക് വെള്ളവും പുല്ലും കൊടുക്കുന്നതും ആ ആടവരെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും ഞാൻ കണ്ടു. 29. ഒരു ഉയർന്ന പാറയുടെ കൊടുമുടിയിന്മേൽ ആ ആട് കയറുന്നത് ഞാൻ കണ്ടു. ആടുകളുടെ നാഥൻ അതിനെ അവരുടെ ഇടയിലേക്ക് അയച്ചു. ഇതിൻ്റെ 30-31 വാക്യങ്ങളിൽ ലോർഡിന്റെ മഹത്വം നമുക്ക് കാണാം. 89:30. അതിനുശേഷം ആടുകളുടെ നാഥൻ അവരുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ ഭയങ്കരവും ഗാംഭീര്യമുള്ളതുമായ രൂപം കണ്ട ആടുകളെല്ലാം അവനെ ഭയപ്പെട്ടു. 31. ഭയചകിതരായ അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിറച്ചു നിന്നു. അവരുടെ ഇടയിലുണ്ടായിരുന്നവരെല്ലാവരും കൂടി ആ ആടിനോട് കരഞ്ഞു പറഞ്ഞു, ഞങ്ങൾക്ക് ലോർഡിന്റെ മുന്നിൽ നിൽക്കുവാനോ അദ്ദേഹത്തെ നോക്കുവാനോ കഴിയുകയില്ല. 89:32. അവരെ നയിച്ച ആ ആട് വീണ്ടും ആ പാറയുടെ കൊടുമുടിയിലേക്ക് കയറി.
ആടുകളുടെ കണ്ണുകൾ മങ്ങിത്തുടങ്ങുകയും അവർക്ക് കാണിച്ചു കൊടുത്ത വഴിയിൽ നിന്ന് അവർ തെറ്റിപ്പോവുകയും ചെയ്തു. എന്നാൽ ആ ആട് അതൊട്ട് അറിഞ്ഞതുമില്ല. ഇവിടെ മുകളിലേക്ക് കയറിപ്പോയ ആട് മോശയും വഴിതെറ്റിയ ആടുകൾ താഴെ ഉണ്ടായിരുന്ന അദ്ദേഹം നയിച്ചിരുന്ന ഹിബ്രു ജനതയെയും പ്രതിനിധീകരിക്കുന്നതായി നമുക്ക് പുറപ്പാട് പുസ്തകം 24-32 അധ്യായങ്ങളിൽ കാണാം. 33 ആടുകളുടെ നാഥൻ അവരോട് അത്യധികം കോപിച്ചു തെറിഞ്ഞ ആ ആട് പാറയുടെ മുകളിൽ നിന്ന് ഇറങ്ങി ആടുകളുടെ അടുത്തേക്ക് വന്നു. കാഴ്ച മങ്ങിയ കണ്ണുകളോടെ അവരിൽ ഭൂരിഭാഗവും തന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയതായി അത് കണ്ടു. ഇവിടെ കാഴ്ച മങ്ങിയ ആടുകൾ ആത്മീകമായി അവരിലുണ്ടായ ശോഷണത്തിനെ ഇത് കാണിക്കുന്നു. 34 അവർ അതിനെ കണ്ടപ്പോൾ അതിയായി ഭയപ്പെട്ട് അതിന്റെ മുന്നിൽ വിറച്ച് അവർ തങ്ങളുടെ കൂട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിച്ചു. ആ ആട് വേറെ ചില ആടുകളെ തന്റെ കൂടെ കൂട്ടി വഴിതെറ്റിപ്പോയ ആടുകളുടെ അടുത്തേക്ക് പോയി. അവയെ കൊല്ലുവാൻ തുടങ്ങിയപ്പോൾ ആടുകൾ അതിനെ ഭയപ്പെട്ടു. പിന്നീട് വഴിതെറ്റിപ്പോയ മറ്റാടുകളെ തിരികെ കൊണ്ടുവന്ന് അവയൊക്കെ തങ്ങളുടെ കൂടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. 89-36 ആ ആട് ഒരു മനുഷ്യനായി തീർന്ന് ആടുകളുടെ നാഥന് ഒരാലയം പണിത് അതിൽ എല്ലാ ആടുകളെയും നിർത്തിക്കുന്നത് വരെ ഞാൻ ആ ദർശനത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. 37 ആ ആട്ടിൻകൂട്ടത്തെ നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ആടിനെ കണ്ടുമുട്ടിയ ആടിനെ ഞാൻ കണ്ടു. ആ ആട് ഉറക്കത്തിലേക്ക്, അതായത് മരണത്തിലേക്ക് ആണ്ടുപോകുന്നത്. വലിയ ആടുകളെല്ലാം നശിപ്പിക്കപ്പെടുന്നതും അവയുടെ സ്ഥാനത്തേക്ക് ചെറിയ ആടുകൾ ഉയർത്തപ്പെടുന്നതും അവർ ഒരു നദിയുടെ അടുത്തായി ഒരു മേച്ചിൽപ്പുറത്ത് നിന്ന് എത്തുന്നത് വരെയും ഞാൻ ആ ദർശനത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. ഇതിലെ 36 വാക്യത്തിലെ ആ ആട് ഒരു മനുഷ്യനായി തീർന്നു എന്നത് മോശയുടെ മധ്യസ്ഥൻ, നിയമദാതാവ്, ലോഡിന്റെ വാസസ്ഥലത്തിന്റെ നിർമ്മാതാവ് എന്നീ നിലകളിൽ അദ്ദേഹത്തിന്റെ ഉയർന്ന പങ്കിനെ പ്രതീകപ്പെടുത്തുന്നു. ഭവനം എന്നത് മരുഭൂമിയിൽ ലോഡിനായി നിർമ്മിച്ച കൂടാരത്തെയും പ്രതിനിധീകരിക്കുന്നു. മോശയുടെ ഈ ഉയർന്ന പദവിയെക്കുറിച്ചുള്ള പ്രതിധ്വനി നമുക്ക് ബൈബിളിൽ പുറപ്പാട് 25-40 അധ്യായങ്ങളിലും സംഖ്യാപുസ്തകം 12 കാണുവാൻ കഴിയും. 37 വാക്യത്തിലെ ആ ആട്ടിൻകൂട്ടത്തെ നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആ ആടിനെ കണ്ടുമുട്ടിയ ആട് ആരാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അവരെ നയിച്ചു കൊണ്ടുപോകുന്നത് മോശയാണെന്ന് നമുക്കറിയാം. മോശ ഫറവോയുടെ അടുക്കിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് അഹരോനെ കണ്ടുമുട്ടുന്നത് ഇതിനു മുൻപുള്ള എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആ അഹരോന്റെ മരണത്തെയാണ് ഉറക്കത്തിൽ ആണ്ടുപോയി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബൈബിളിൽ അഹരോന്റെ മരണത്തെക്കുറിച്ച് സംഖ്യാപുസ്തകം 20 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായി, വലിയ ആടുകളെല്ലാം നശിപ്പിക്കപ്പെടുന്നതും അവയുടെ സ്ഥാനത്ത് ചെറിയ ആടുകൾ ഉയർത്തപ്പെടുന്നതും യോശുവയിലേക്കുള്ള പരിവർത്തനവും പുതിയ തലമുറയെയും ഇത് സൂചിപ്പിക്കുന്നു. സംഖ്യാപുസ്തകം 27 മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിക്കുവാൻ യോശുവ നിയോഗിക്കപ്പെട്ടതായും ആവർത്തന പുസ്തകം 31 മോശ യോശുവയെ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതായും നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. മൂന്നാമതായി, അവർ കണ്ടെത്തിയ നദിക്കരികിലുള്ള പുതിയ മേച്ചിൽപ്പുറം. യോർദാൻ നദി മുറിച്ചു കടന്ന് വാഗ്ദത്ത ദേശമായ കനാനിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രതീകമാണിത്.
മോശയെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ വിലാപമാണ് അടുത്തതിൽ. 89:38. ഒരു മനുഷ്യനായി തീർന്ന അവരെ നയിച്ച ആട് അവരിൽ നിന്ന് വേർപെട്ട് ഉറങ്ങിപ്പോയി. എല്ലാ ആടുകളും വളരെ കഠിനമായി നിലവിളിച്ചതിനെ അന്വേഷിച്ചുവെങ്കിലും അവർക്കതിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പ്രതീകാത്മകമായി ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിലെ നെബോ പർവ്വതനിരയിലേക്കുള്ള മോശയുടെ കയറ്റവും അവിടെ വെച്ചുള്ള അദ്ദേഹത്തിന്റെ മരണത്തെയുമാണിത് പ്രതിനിധാനം ചെയ്യുന്നത്. ആ ആടിനു വേണ്ടി വിലപിക്കുന്നത് അവസാനിപ്പിച്ചവർ ആ ജലാശയം മറികടക്കുന്നത് വരെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഉറങ്ങിപ്പോയവരുടെ സ്ഥാനത്ത് അവരെ നയിച്ചുകൊണ്ടിരുന്ന എല്ലാ ഇടയന്മാരും എഴുന്നേറ്റു. അവർ അവരെ നയിച്ചു. ഉറങ്ങിപ്പോയവരുടെ സ്ഥാനത്ത് അവരെ നയിച്ചുകൊണ്ടിരുന്ന എല്ലാ ഇടയന്മാരും എഴുന്നേറ്റു. അവർ അവരെ നയിച്ചു. എന്താണ് ഇതിനർത്ഥം? ഒരു കൂട്ടായ നേതൃത്വത്തിലും മാർഗനിർദ്ദേശത്തിലുമായിരുന്നു അവർ ആ നദി കടന്നത് എന്നാണ്. പഴയ തലമുറയെ അതിജീവിച്ചവരും മരിച്ചവർക്ക് പകരമായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ തലമുറയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരും അടങ്ങിയ ഒരു നേതൃത്വ നിര. ആ നദി അവർ കടന്നു എന്നത് കനാൻ ദേശത്തേക്കുള്ള അവരുടെ പ്രവേശനത്തെ കാണിക്കുന്നു. 89:40. ആ ആടുകൾ വളരെ നല്ലൊരു പ്രദേശത്തെത്തുന്നത് വരെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. മനോഹരവും ഹൃദ്യവുമായ ആ ദേശത്തിൽ അവർ തൃപ്തരായി കാണപ്പെട്ടു. പച്ചപ്പും മനോഹരവുമായ ആ ദേശത്ത് ആ വീട് അവരുടെ മധ്യത്തിലായിരുന്നു. 41. ചിലപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നും ചിലപ്പോൾ കാഴ്ച നശിച്ചുമിരുന്നു. മറ്റൊരാട് എഴുന്നേറ്റ് അവരെ നയിച്ച് തിരികെ കൊണ്ടുവന്ന് അവരുടെ കണ്ണുകൾ തുറക്കുന്നത് വരെ. ആ ആലയം അവരുടെ നടുവിലായിരുന്നു. ഇത് ലോഡിന്റെ ആലയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് സമാന്തരമായി ബൈബിളിൽ സംഖ്യാപുസ്തകം 2:17 ഇസ്രായേലിന്റെ പാളയത്തിന്റെ മധ്യഭാഗത്തായിരുന്നു സമാഗമന കൂടാരം സ്ഥാപിച്ചിരുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുകയും ചിലപ്പോൾ അന്ധരാകുകയും ചെയ്തു. ഇത് ആത്മീയ വ്യക്തതയ്ക്കും അന്ധതയ്ക്കും ഇടയിൽ മാറി മാറിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ജനതയെക്കുറിച്ചുള്ളതാണ്. ചിലപ്പോൾ ദൈവത്തെ വിശ്വസ്തയോടെ പിന്തുടർന്നു. ചിലപ്പോൾ വിഗ്രഹ ആരാധനയിലേക്കോ അനുസരണക്കേടിലേക്കോ അവർ തിരിഞ്ഞു. മറ്റൊരാള് എഴുന്നേറ്റ് അവയെ നയിച്ച് അവയെല്ലാം തിരികെ കൊണ്ടുവരുന്നത് വരെ. ഇവിടെ പറയുന്നത് ഒരു ഇടയനെ കുറിച്ചല്ല. ഇത് പലപ്പോഴും ഒരു പ്രവാചകൻ, പരിഷ്കർത്താവ് അല്ലെങ്കിൽ ജനങ്ങളെ ശരിയായ പാതയിലേക്ക് പുനഃസ്ഥാപിക്കുന്ന മിശിഹ വ്യക്തിത്വത്തെക്കുറിച്ചുള്ളതാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇത് ഈ നേതാവിൻ്റെ മാർഗനിർദ്ദേശത്തിലൂടെ ആളുകൾ ആത്മീയ ദർശനവും ഗ്രാഹ്യവും വീണ്ടെടുത്ത് ഉടമ്പടി വിശ്വാസത്തിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ചാണ്. 89:42. നായ്ക്കളും കുറുക്കന്മാരും കാട്ടുപന്നികളും ആ ആടുകളെ തിന്നു തുടങ്ങി. ആടുകളുടെ നാഥൻ അവയ്ക്കിടയിൽ നിന്ന് ഒരു ആട്ടുകൊറ്റനെ എഴുന്നേൽപ്പിച്ചു. അത് അവയെ നയിച്ചു. 43. ആ ആട്ടുകൊറ്റൻ ആ നായ്ക്കളെ, കുറുക്കന്മാരെ, കാട്ടുപന്നികളെ ഇരുവശത്തു നിന്നും വെട്ടി വീഴ്ത്തി അവയെല്ലാം നശിപ്പിച്ചു. ആ ആടുകൾക്കിടയിൽ വന്ന വേട്ടക്കാരെ കുറിച്ചുള്ള വിശദീകരണം നായ്ക്കളും കുറുക്കന്മാരും കാട്ടുപന്നികളും ശത്രുക്കളായ ശക്തികളെ പ്രതിനിധീകരിക്കുന്നു. പലപ്പോഴും ഇസ്രായേലിനോട് ശത്രുതയുള്ള വിജാതീയ രാഷ്ട്രങ്ങളാണിവ.
അവർ ദുർബലരായ ആടുകളെ, അതായത് ദൈവജനത്തെ ഇരയാക്കുന്നു. നായ്ക്കൾ അക്രമാസക്തരായ രാഷ്ട്രങ്ങളെങ്കിൽ കുറുക്കന്മാർ തന്ത്രശാലികളും വഞ്ചകരുമായ ശത്രുക്കളാണ്. കാട്ടുപന്നികളാകട്ടെ വിനാശകരവും ക്രൂരരുമായ ശക്തികൾ. ബൈബിളിൽ പട്ടികൾക്ക് ഉദാഹരണമായി അസീറിയ, ബാബിലോൺ, റോം എന്നീ സാമ്രാജ്യങ്ങളെയും കുറുക്കന്മാർക്ക് ഏദോമും കാട്ടുപന്നികൾക്ക് പലപ്പോഴും വിജാതീയ ശക്തികളും ഉദാഹരണങ്ങളാണ്. സങ്കീർത്തനം 80 ഇസ്രായേൽ ദൈവം നട്ട വള്ളി. ദൈവം അതിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു, നട്ടു, വളർത്തി, സംരക്ഷിച്ചു. ദൈവത്തിന്റെ സംരക്ഷണം പിന്മാറിയപ്പോൾ ശത്രുക്കൾക്ക് പ്രവേശനം ലഭിച്ചു. അവർ ദൈവജനത്തെ നശിപ്പിച്ചു. വള്ളി നശിപ്പിക്കുന്ന കാട്ടുപന്നി. പണ്ഡിതർ സാധാരണയായി ഇത് അശൂർ അല്ലെങ്കിൽ ബാബിലോൺ എന്ന് കാണുന്നു. കാരണം അവർ ഇസ്രായേലിനെ ഏറ്റവും ക്രൂരമായി നശിപ്പിച്ചവരാണ്. പ്രിയ സുഹൃത്തുക്കളെ, നന്ദി. ഈ പുണ്യ ദർശനത്തിലൂടെ എന്നോടൊപ്പം നടന്നതിനും അത് കണ്ടതിനും നന്ദി. നിങ്ങളുടെ സമയവും ശ്രദ്ധയും തുറന്ന മനസ്സും വാക്കുകൾക്ക് പറയാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഈ യാത്ര നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തിയോ, ചിന്തയെ ഉണർത്തിയോ എങ്കിൽ മുൻ അധ്യായങ്ങൾ പങ്കിടാനോ അഭിപ്രായമിടാനോ വീണ്ടും സന്ദർശിക്കുവാനോ മടിക്കേണ്ട. സമാധാനവും വ്യക്തതയും ദിവ്യ ഉൾക്കാഴ്ചയും നിങ്ങളെ എപ്പോഴും നയിക്കട്ടെ.